അതം ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഞാനതാണുള്ളത് നമ്മളെ ബോസം ഫാമിലാണ്. ഇന്ന് ഇവർക്കൊരു സാധനമായിട്ട് വന്നിട്ടുള്ളതാണ്. ടൺ ഇത് മറ്റേ ബ്ലഡ് ബേംസ് 1.25 കിലോ ഉണ്ട്. ബ്ലഡ് ബേംസ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇന്ന് നമ്മളിവിടെ ഇവര് സ്വർഗ്ഗമാണ്, സ്വർഗത്തിൽ പണികളൊക്കെ നടത്തി സ്വർഗ്ഗ കാഴ്ചകളൊന്ന് ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. അപ്പോ ജസ്റ്റ് ഒന്ന് ഇതിന്റെ കാര്യങ്ങളൊന്ന് കാണിക്കോളൂ. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഇതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ. കൂടുതൽ ഇവരുടെ ചാനലിൽ പോയാൽ മതി. അപ്പൊ ചെറിയ ചെറിയ നല്ല നല്ല കിടിലൻ അപ്ഡേറ്റുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ആണല്ലേ, നല്ല കിടിലനായിട്ടുണ്ടല്ലോ ഇത് സുറൂർക്ക. നല്ലൊരു വൃത്തിയിൽ അടിപൊളിയായിട്ടുണ്ടല്ലോ. ചെടികളൊക്കെ കുറെ കയറ്റുണ്ടാവൂലേ ചെടികൾ. അപ്പൊ ഇതാണ് നമ്മൾ കൊടുത്ത ബ്ലഡ് വേംസ് ഇട്ടാ. ഇതില് 1/4 കിലോന്റെ പാക്കുകളായിട്ടാണ് ഉണ്ടാവുക. ഏകദേശം ഒരു 1.5 കിലോന് സാധനം ഉണ്ട് ഇതില്. സുറൂർക്കൻ്റെ അടുത്ത് കാണിച്ചു ഇതാ കണ്ടില്ലേ, 1/4 കിലോന്റെ പാക്കറ്റ്. അത് അത്യാവശ്യം ഇതുണ്ടാവും, ഇരുന്നിട്ടേ ഫ്രോസൺ സാധനമല്ലേ. ഇത് 1/4 കിലോന്റെ ഒരു പാക്കറ്റാണ് ബ്ലഡ് വേംസ്. ഇത് നമ്മളെ മോൺസ്റ്റർ ഫിഷസിനൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഫീഡ് ചെയ്യുന്ന സാധനം കേട്ടാ. ഇതിൽ തന്നെ പല ക്വാളിറ്റി വരുന്നുണ്ട് കേട്ടോ സുറൂർക്ക, പല ക്വാളിറ്റി ഉണ്ട്. ഇത് താഴത്തെ ക്വാളിറ്റി എന്ന് പറയാം എന്നാ തോന്നുന്നു. കാരണം ഇതിൽ തന്നെ കിലോന് 1500-2000 രൂപയിലുള്ള സാധനങ്ങളുണ്ട്. സംഭവം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് സെറ്റ് ചെയ്യാനല്ലേ. ആണ് ഫുള്ള് കഴിച്ചിട്ടാണ് ആണ് ഇത് തീർന്നിക്കണ്. അതിൽ ഞാൻ കൃതപ്തനാണ്. ആണ് അപ്പൊ ആ കാര്യങ്ങൾ സെറ്റ് ആയില്ലേ. അല്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഒരു വലിയ ഗുണല്ലേ. ഫ്രോസൺ ആവുമ്പോ വേറെ റിസ്ക് ഒന്നുമില്ല, സാധനം സ്റ്റോക്ക് ഉണ്ടാവും. ബ്ലഡ് വേംസ് സുറൂർക്കേ ആ ഗപ്പീസിന് കൊടുക്കാണ്. ഇതിന്റെ പേരെന്താ പറഞ്ഞത്? പർപ്പിൾ ബെറി ഡ്രാഗൺ. സാധനം കഴിക്കുന്നുണ്ട്, ഫീമെയിൽ കഴിക്കുന്നുണ്ട്. മതി. അപ്പൊ അങ്ങനെയാണ് ഒരു റയർ സാധനം കാണിച്ചിട്ടെന്ന് പറയണ്ട് സുറൂർക്ക. എന്താണ് മഴ പെയ്തപ്പോ കിട്ടിയതാ, ഇവിടെ കിട്ടിയതാ അല്ലേ. തൊണ്ടുറക്കാണ്ട് തൊണ്ടുറച്ചു കഴിഞ്ഞാല് ഞാനൊരു തിരിച്ചു വിടും അല്ലേ. ഇവിടെ പിന്നെ ആ ഒരു ഈ നമ്മളെ നിങ്ങള് ബോസം ഫാമിലി നമ്മളിട്ട് വീഡിയോസ് കണ്ടാണോ, ഫിഷിങ്ങിന്റെ വീഡിയോസ് ഒക്കെ. അപ്പൊ ഇത് ഇവിടെ ഏരിയയിൽ വരുന്നതാണ്. അപ്പൊ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ അല്ലേ. തൊണ്ടൊന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മള് വെള്ളത്തിൽ വിട്ടു കൊടുക്കും. ഇവിടെ പിന്നെ വിട്ടുകൊടുക്കാം, ഒരു വളർന്ന് പൊക്കോളും. അപ്പൊ മറ്റേ വലിയ ആമകളൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട് അല്ലേ. ഒരു മാറ്റം വന്നു, കുഴപ്പമൊന്നുമില്ല. ഒരു റെസ്ക്യൂ സെന്റർ എന്ന് പറയാ വേണമെങ്കിൽ നമുക്ക് ലോബ്സ്റ്റർ കൊടുക്കുന്ന മീൽവേംസ് ഉണ്ടല്ലോ, നന്നായിട്ട് കഴിക്കും. പിന്നെ ഒരു ഞണ്ടിനെ കിട്ടിയിരുന്നു, ഞാൻ ബ്രീഡായിട്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങി ഇതിലെന്നെ ഇവിടെ ബ്രീഡായിണ്ടാ. ഇതിനുണ്ട് ഇതൊക്കെ ഒരു കൂടുണ്ടാക്കിയിട്ടുള്ള ഞണ്ട് ഇത് ഇതേപോലെ ഇങ്ങനെ കിട്ടിയതാണ്. ഇന്നിപ്പോ ഞാൻ രാവിലെ ഒരു 10-15 ലോബ്സ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ല മീൽവേംസ് ഒന്നുള്ളൂ. ഇതിലിപ്പോ ഞണ്ട് ബ്രീഡായിണ്ട്. ഇതിന്റെ ഉള്ളിൽ കാണാണ്ട് ഒരു കാലൊക്കെ കാണാണ്ട്. ഇതില് ഇപ്പുറത്തേല് ഇതിലൊക്കെ ഉണ്ടാവും കുഞ്ഞ് ഞണ്ടിന്റെ കുഞ്ഞാണല്ലേ. ഇത് നമ്മുടെ സാധാരണ ഉണ്ടാവും. സാധാ ഞണ്ട് ഒരു ബ്രീഡായപ്പോ കിട്ടിയപ്പോ ഞാൻ ഇതിൽ സെറ്റ് ചെയ്തിട്ടാ. കണ്ട എഗ് ലോഡ് ചെയ്ത് തന്നെ എടുത്തതാ. അതല്ല, നമ്മളതിനെ കിട്ടിയപ്പോഴേ ഇതുപോലെ മഴ പെയ്ത സമയത്ത് ഇവര് പുറത്തിറങ്ങുമല്ലോ. ആ സമയത്ത് മറ്റേ കാക്ക വന്ന് മേടം സൗണ്ട് ഇട്ട് കാക്ക വന്ന് കൊത്തണത്. അപ്പൊ പോയി നോക്കിയതാ. കിട്ടി നോക്കുമ്പോ അതിനകത്ത് നോക്കുമ്പോ അത് എഗ്ഗിലൂടെ അല്ല കുഞ്ഞുങ്ങൾ സെറ്റ് കുഞ്ഞുങ്ങൾ ഇറങ്ങി കൊടുക്കുന്നത്. അപ്പൊ പിന്നെ ഇത് നമ്മൾ എന്തുണ്ടെന്ന് പറയാ സാധാ ഇറക്കിയണ്ട. അത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇടങ്ങറ അറിയില്ല. അതാണ് സംഭവം. ഇത് നീ തന്നാട്ടോ. ഇതിങ്ങനെ സാധനങ്ങള് ചെടികൾ കുറച്ചുകൂടി ഉണ്ട് അവിടെ. ഒക്കെ അടിച്ചു സുറൂർക്ക. ഇപ്പൊ പല ആൾക്കാരും നമ്മള് വീഡിയോ കണ്ടിട്ട് ഡിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടാ. ബോസം ഫാമിൽ എപ്പോഴാ വിസിറ്റിംഗ് സമയം എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാ? രാവിലെ 10 മണിക്കും വൈകുന്നേരം 4 മണിക്കും മുന്നേ ഉള്ളിൽ എപ്പോഴും വന്നാ ഫ്രീ ആയിട്ട് പോവാം. നിലവില് കണ്ടു പോവാം. തേച്ചൊന്നുമില്ല. എന്നാലും ഇവിടെ വന്ന് നല്ല സ്വീകരണം കിട്ടും ഞങ്ങൾ. അതില് പ്രശ്നമുണ്ടാവില്ല. ആണ് അല്ല, ഇവര് ഒരുപാട് ടൈപ്പ് ഉണ്ടല്ലോ. നിങ്ങക്ക് ഈ വാട്ടർ ബേർഡ്സ് കൂടാണ്ട് ഇങ്ങനത്തെ കൃഷിയും പിക്കിൾ പ്രൊഡക്ഷൻസും. ഗപ്പി ഉണ്ടല്ലോ. ഇതേത് ബ്രീഡ് ഗപ്പിയാ? ഇത് മറ്റേ നമ്മുടെ പർപ്പിൾ ബെറി ഡ്രാഗൺ.
ഇവിടെ മുമ്പ് നിങ്ങൾ ഗപ്പി ചെയ്തിരുന്നില്ല നന്നായിട്ട്? ആ നന്നായിട്ട് ചെയ്തിരുന്നു. ഇവർക്ക് നല്ല ബ്ലഡ് വേം കൊടുത്താൽ സെറ്റ് ആവൂലേ? ഏത് ഇവർക്ക് ഗപ്പികളല്ലേ? ആ ഗപ്പികൾ നല്ല കളേഴ്സ് വെക്കും. നല്ല മെയിലുണ്ടല്ലേ. അപ്പൊ അങ്ങനെയാണ് വിശേഷങ്ങളൊക്കെ. പിന്നെ അങ്ങനെ വിശേഷങ്ങള് മുളക് നമ്മള് അന്ന് ഊണിച്ച സമയത്തേ മുളകുണ്ട്. ഇതാണ് നമ്മളെ അച്ചാറിന് വേണ്ടി അടുത്തുള്ള മുളക്. ഇവരെ മറ്റേ അച്ചാർ പ്രൊഡക്ഷനിലേക്ക് യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇത് പ്രൂണിങ് ചെയ്യുമ്പോൾ പൂന്നുള്ളത് വെച്ചതാ, കട്ട് ചെയ്ത് നിർത്തിക്കല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് വാട്ടർ ബേർഡ്സ് മഴ തീരോടുകൂടി ഇവര് പയ്യണ്ട് ഉഷാറായി കിട്ടും ആണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ബേർഡ്, പിന്നെ ഈ പറഞ്ഞ പോലെ കൃഷി, എല്ലാ പരിപാടികളും ഉണ്ട്. എല്ലാം ഉണ്ട്. വാട്ടർ ബേർഡ് നമ്മളെ കൊണ്ട് അവളെ ചെയ്തിട്ടുണ്ട്. സമയം കളയണില്ല. ഇതിനൊക്കെ പണിക്കൊണ്ടിരിക്കും. പിന്നെ മുരിങ്ങ, ഇത് സാധാ മുരിങ്ങല്ല, ചെടി മുരിങ്ങ. ചെടി മുരിങ്ങയില് മാത്രമല്ല, നമ്മളവിടെ മുരിങ്ങക്കായ എന്ന് പറഞ്ഞാൽ എന്താ പച്ച കളറാണ്. ഇതിന്റെ മുരിങ്ങക്കായ റെഡാ. റെഡ് കായ റെഡാ, ഈ ഇങ്ങനെ നീളത്തിൽ വരുന്നത് മുരിങ്ങക്കായ റെഡാ. മുരിങ്ങക്ക അതല്ലാതിന് അങ്ങനെ പ്രത്യേകത. മുരിങ്ങായി കിട്ടണം. പല മീൻ പരിപാടിയാണല്ലോ ഇപ്പോ. കാണാൻ തന്നെ നല്ലൊരു ഭംഗി. ചെടികളൊക്കെ വെച്ച് നല്ല ഇത് ഫിലോഡൻഡ്രാൻ വെച്ചിട്ടുണ്ടല്ലോ. ഈ ചെടി വെച്ചപ്പോ തന്നെ രസമായി. പിടിച്ചു വരണം, ചുമരുമ കയറണം. ഇതെന്തൊക്കെയാണ് ഇതില്? മോളീസും ഗോൾഡ് ഫിഷ് മാത്രമേ ഉള്ളൂ. ഇതിലൊരു കിടിലൻ ആളുണ്ടല്ലോ. കൈ കൂരില്ല, അല്ലാണ്ട് ഒരു ഇണക്കായില്ല അല്ലെ? പക്ഷെ ജയന്റ് ഗൗരാമി ഇങ്ങനെ സാധനങ്ങൾ തിന്നോ? ഇല്ലല്ലോ. ഇവര് ഇതിനെ വെട്ടി തിന്നുണ്ട്. ആര്? കോഴിക്കാർപ്പിനെ വെട്ടി പരുവാക്കിയിരുന്നു. ഈ ചെറുതിനെ ചെറുതിനെ ഇതില് എന്താ കോഴിക്കാർപ്പുകൾ ഇവിടെ ബ്രീഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആണല്ലേ? വലുത് ജസ്റ്റ് നോർമൽ രീതിയിൽ. നോർമൽ രീതിയിൽ ഈ കുഞ്ഞൊക്കെ, ഈ കുഞ്ഞില്ലേ ചെറിയ കോഴിക്കാർപ്പൊക്കെ ബ്രീഡ് ചെയ്താ. സംഭവം നല്ല രസമുണ്ടല്ലോ. ഒരുപാട് വെറൈറ്റി മീനുണ്ടല്ലേ. ഇതൊക്കെ ഒരു ഭംഗിക്ക് വീടിന്റെ മുമ്പാത്ത ഭംഗി. ഒക്കെയാണ് നമ്മുടെ ബോസം ഫാമിലെ നിലവിലത്തെ വിശേഷങ്ങളില്ലേ. ഇതില് ഞാൻ വീണ്ടും പറയാണ്, നമ്മളിതിൽ വീഡിയോ ഫ്രെയിം ക്വാളിറ്റി അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ സ്ഥിരമായിട്ട് ബോസം ഫാമിൽ വരാറുള്ളതാണ്. ആഴ്ചയിൽ 6 ദിവസം ഉണ്ടാവലുണ്ട് ഇല്ലേ? ഇല്ലേ? രാത്രി. അപ്പൊ ആ ലെവലിൽ വന്നു, ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു, പോണു. അത്രേ ഉള്ളൂ കേട്ടാ. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം അല്ലേ. ഇനി ബോസം ഫാമിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടുതൽ വിശേഷങ്ങൾ അതിൽ കിട്ടും.